ഫ്രണ്ട് സീറ്റിൽ വന്നിരിക്കുക, എന്നിട്ട് കേൾക്കുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഒരുപാട് തവണ കേട്ടുകൊണ്ടിരിക്കുക. കേൾക്കുക 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 ഇത് മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. ആ കേട്ട് കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും. ആ പഠിച്ച കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ടീമിന്റെ അടുത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ഇവിടെ ഈ ബിസിനസ് സക്സസ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ലീഡേഴ്സ് നിങ്ങളുടെ പറഞ്ഞു തരുള്ളൂ. അപ്പൊ ലീഡേഴ്സിനെ വിശ്വസിച്ച് കൂടെ നിൽക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നാളുകളിൽ വലിയ നേട്ടം നിങ്ങളെ തേടി വരുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കം വേണ്ട എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോ ഈ ഒരു ബിസിനസ് വലിയ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 2030 ആവുന്ന സമയത്ത് 1000 പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നതാണ് കമ്പനി പറയുന്നത്. 1000 പ്രൊഡക്റ്റുകളായി മാറുന്നത്. ഇപ്പൊ കമ്പനിക്ക് 130ൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ കമ്പനിക്ക് ഉണ്ട്. അത് 2030 ആകുമ്പോൾ 1000ഓളം പ്രൊഡക്റ്റുകൾ വരുന്നുള്ളത്. അപ്പൊ ഞാൻ നിങ്ങൾ ചിന്തിക്കാൻ 1000ഓളം പ്രൊഡക്റ്റുകളോ എന്തായിരിക്കും 1000ഓളം പ്രൊഡക്റ്റുകൾ? അപ്പൊ എന്തൊക്കെ പ്രൊഡക്റ്റ് ആയിരിക്കും എന്നുള്ളത്. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ഗസ് ചെയ്യാം. നമുക്ക് ഗസ് ചെയ്യാലോ, നമുക്ക് ഒരുപാട് തവണ എന്ത് വേണമെങ്കിൽ ഗസ് ചെയ്യാലോ. അപ്പൊ ഞാൻ നിങ്ങൾ ചിന്തിച്ചു നോക്കിയതാ, ഇൻ കേസ് മേ ബി നമുക്ക് 2030 ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾക്കൊരു വലിയ ടീമുണ്ട്. ഒരു 10,000 പേരോ 50,000 പേരോ അല്ലെങ്കിൽ 1,00,000 പേരോ ഒക്കെ നമ്മുടെ ടീമുണ്ട് എന്ന് കരുതില്ലോ. അങ്ങനെയാണെങ്കിൽ നാളുകളിൽ നമ്മുടെ മാർക്കറ്റിലുള്ള ഒരുപാട് പെട്രോളിയം കമ്പനികളുണ്ട്. നയാര പോലുള്ള പ്രൈവറ്റ് കമ്പനി, അല്ലെ, റിലയൻസ് പോലുള്ള പ്രൈവറ്റ് പെട്രോളിയം കമ്പനി. ഈ കമ്പനികളിൽ ഏതെങ്കിലും ഒരു കമ്പനിയായിട്ട് ടൈപ്പ് ആയി, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ആയി. ഓക്കെ, അവിടെ നിന്ന് 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കുമ്പോ അല്ലെങ്കിൽ ഡീസൽ അടിക്കുമ്പോ നമുക്ക് G75 പ്രൊഡക്റ്റുകളുണ്ട്, G35 പ്രൊഡക്റ്റുകളുണ്ട്. ഓക്കെ, നാളുകളിൽ ഒരു G10 അതായത് 100 രൂപയ്ക്ക് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പെട്രോൾ അടിച്ചാൽ 10 BV വേണ്ട, 1 BV കയറിക്കോട്ടെ. 1 BV കയറിയാലോ നിങ്ങൾക്ക് 1,00,000 പേരുടെ ടീമുണ്ടെങ്കിൽ 1,00,000 രൂപയ്ക്ക് 100 രൂപ അതായത് 1,00,000 ആളുകളെ 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് 1,00,000 BV വോട്ട് കയറും. ഉണ്ടല്ലോ അല്ലെ? സിമ്പിൾ. ഡെയിലി കയറുമോ? അത് ഡെയിലി കയറുമോ? കാരണം നമ്മൾ ഡെയിലി പെട്രോൾ അടിക്കുന്ന ആൾക്കാരാ. സാറെ വന്നാലോ അല്ലെ, വന്നാലോ 2008 ഒരു പവൻ ഗോൾഡിന് 10,000 രൂപയാണ്. അന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു 2020 2021 ഒക്കെ ആകുമ്പോ ഒരു സ്വർണത്തിന് വില കൂടും, 1,00,000 രൂപ ആവുന്നു. അന്നാരും വിശ്വസിച്ചില്ലല്ലോ. പക്ഷെ ഇന്നായില്ലേ? ഇന്നായല്ലോ. 2000 മൊബൈൽ ഇറങ്ങിയ സമയത്ത് നമ്മളെല്ലാരും പറഞ്ഞിട്ടായിരുന്നു, അയ്യോ മൊബൈൽ ഇതൊന്നും എല്ലാവരും ഉപയോഗിക്കില്ല, ഇതൊക്കെ സാധാരണക്കാരന് പറ്റാത്ത സാധനമാണെന്ന്. ഇന്ന് എല്ലാവരുടെ കയ്യിലില്ലേ? ഇല്ലാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മൊബൈൽ ഇല്ലല്ലേ എന്നല്ലേ നമ്മൾ പറയാറുള്ളത്? ഇൻസൾട്ടിംഗ് അല്ലേ മൊബൈൽ കയ്യിലില്ലെങ്കിൽ? നാളുകളിൽ അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ചോ, 2030 ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ MI Lecture മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ ഐഡിയുള്ള ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ നിങ്ങൾക്ക് നാണക്കേടായിരിക്കും. കാരണം നിങ്ങൾ ഏത് മാർക്കറ്റിലാണോ ജീവിക്കുന്നത്? ഇത്രയും നല്ലൊരു അവസരം കൈ കിട്ടിയിട്ട് അത് ഉപയോഗിക്കാത്ത മണ്ടനാണോ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം വരാൻ വേണ്ടി പോകുന്നു സാറേ. അതിന്റെ മുന്നോടിയാണ് നമ്മളെല്ലാവരും. നമ്മളൊക്കെ നേരത്തെ അവസരം കിട്ടിയ ആളുകളാണ്. അപ്പൊ ഏറ്റെടുത്ത് ചെയ്യേണ്ടവന്റെ ബിസിനസ് ആണ് MI Lecture മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. നാളുകളിൽ ഈ അവസരം കൊടുക്കേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോ ശക്തമായ രീതിയിൽ ഈ ബിസിനസ് ഏറ്റെടുത്ത് സീരിയസ് ആയിട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ വൈകിയ വളവിലേക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. ഏതായാലും ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും, എല്ലാ പുതിയ ആളുകൾക്കും, എല്ലാ ആളുകളും ഡിസ്ട്രിബ്യൂട്ടേഴ്സും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു.